ഹലോ, ഇന്ന് മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് നല്ല അപ്പവും അതുപോലെ തന്നെ ബീഫ് സ്റ്റൂവുമായിരുന്നു. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കണമെന്ന് പറഞ്ഞു തരാം. അതിനായി നന്നായി കഴുകി വൃത്തിയായ ബീഫിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ ഉപ്പുമിട്ട് അല്പം വെള്ളം കൂടെ ചേർത്ത് നമുക്കൊന്ന് വേവിച്ചെടുക്കാവുന്നതാണ്. ഒരു 3 വിസിൽ കേട്ടതോടുകൂടി ഞാൻ ഗ്യാസ് ഓഫ് ചെയ്ത് അതിൻ്റെ എയർ ഒന്ന് പോയതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളക്, ഉരുളക്കിഴങ്ങ്, ക്യാരറ്റ് എന്നിവ ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് വീണ്ടും 1-2 വിസിൽ ചേർത്ത് വേവിച്ചെടുക്കുക. ഇനി നമുക്കിതിന് കടുക് താളിക്കാനായി ഒരു ചീൻചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക്, വറ്റൽമുളക്, അതുപോലെ തന്നെ ചെറിയ ഉള്ളി, കറിവേപ്പില, അല്പം കുരുമുളക് പൊടിയോടെയും ചേർത്ത് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫും അതുപോലെ തന്നെ ഞാൻ ഒരു മുറി തേങ്ങ ചിരണ്ടി അതിൽ നിന്ന് 2 പാലായിട്ട് എടുത്തിട്ടുണ്ട്. അതിലെ 2ാം പാൽ ആദ്യം ഒഴിച്ചു കൊടുത്ത് ഒന്ന് നന്നായി അത് തിളപ്പിച്ച് കുറുക്കിയെടുക്കണം. ആ കുറുക്കി എടുത്തതിന് ശേഷം നമുക്ക് 1ാം പാൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ ഒരു 5-6 കാഷ്നട്ടും കുറച്ച് തേങ്ങാപ്പാലിൽ ഒന്ന് അരച്ചതോടം ചേർത്താൽ നമുക്ക് അടിപൊളി ബീഫ് സ്റ്റൂ റെഡിയാണ്. ഇനി നമുക്ക് അപ്പം ഉണ്ടാക്കിയെടുക്കാം. ഞാനിത് തലേ ദിവസം കലക്കി വെച്ചത് നല്ല പാലപ്പം തയ്യാറാക്കി എടുക്കുകയാണ്. നമുക്ക് ഇന്ന് രാവിലെ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റിന് അപ്പവും ബീഫ് സ്റ്റൂ തന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. പിന്നെ വാഴയിലേക്ക് കഴിക്കണമെന്നൊരു മോഹം, അതുകൊണ്ട് വേഗം ഒരു വാഴയില വെട്ടി 2 അപ്പം വെച്ചു. നമ്മൾ ഉണ്ടാക്കിയ ബീഫ് സ്റ്റൂവും വെച്ചു. നല്ല അടിപൊളി ടേസ്റ്റാണ്. ഇനി ബീഫ് സ്റ്റൂ ഉണ്ടാക്കാത്തവർ ഒന്ന് ഉണ്ടാക്കി നോക്ക്. ബൈ.